ഓക്കെ. ഇല്ല, നിങ്ങളല്ലേ പറയണ്ടേ, നമുക്ക് സന്തോഷമാണല്ലോ എപ്പോഴും. നിങ്ങൾ ഹാപ്പിയാണോ പറഞ്ഞാൽ ചോദിക്കട്ടെ ഒന്ന്. ദിലീപേട്ടന് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നലെ. ഇപ്പൊ നമ്മൾ ഇറങ്ങുന്നില്ലേ, പുള്ളി ഇപ്പൊ വിളിച്ചിരുന്നു. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാരും ഇഷ്ടമായ എല്ലാവരും എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ദിലീപേട്ടനെ വിലയിരുത്തുന്നു. വളരെ ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ്. എല്ലാവരും നല്ല ആറ്റിറ്റ്യൂഡായിട്ട്, നല്ല പവർഫുള്ളായിട്ട്, ആത്മാർത്ഥതയോടെ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. വിജയ് ഫാനാണെന്നൊക്കെ സൂചനകളുണ്ട്. അത് രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ഷനും ചെറിയൊരു ഗ്ലിംസ് ആണ്. ബാക്കി പടം ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ടെൻഷൻ കൂടും. അവന് പടം എല്ലാവർക്കും ടീച്ചർ ഇഷ്ടമായാലും സന്തോഷം. എന്തായാലും വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓടി വന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം. അല്ല വഴിയാവല്ല ആവട്ടെ. ശരി, ഞാനും ഓൺലൈനിലാണ് കണ്ടത്. ആ, രസമുണ്ടായിരുന്നു പരിപാടി. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമുക്ക് വിശദമായിട്ട് പറയാം. ഇപ്പം ചെറുതായിട്ട് അല്ലേ. എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയുള്ള എല്ലാ സപ്പോർട്ടും കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ടീച്ചറും കറക്റ്റായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ എല്ലാവരും കൂടെ നിൽക്കണം. നമുക്ക് അതാണ് ഏറ്റവും ആവശ്യം. ഈ ടീച്ചർ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. പക്ഷേ നമ്മൾ സിനിമ നന്നാക്കാനാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ അതിലോട്ടാണ് ഇപ്പോൾ വർക്കൊക്കെ നടക്കുന്നുണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ. നമുക്കത് ഏറ്റവും നന്നായി വരിക എന്നുള്ളതാണ് പ്രധാനം. ഇതൊരു ചെറിയൊരു സന്തോഷം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ സിനിമ അൾട്ടിമേറ്റ് അത് പ്ലാനിങ് ഉണ്ട്. ഉടനെ അറിയിക്കാം എന്തായാലും. ശരിടാ, താങ്ക് യു. ഈ കണ്ടത് തന്നെയാണ് പടത്തിൻ്റെ ഒരു ഫ്ലേവർ. ബാക്കി പടം വരുമ്പോഴത്തേക്കും അല്ല, പടം വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. ഇത് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവർ സിനിമയുടെ. ഇനി വേറെ നമ്മൾ പറയുന്ന കഥകളൊന്നുമല്ല. ഇതാണ് ഒരു ഫ്ലേവർ. അത്രേ ഉള്ളൂ. ആ ഒരു ഗ്ലിംസ് തന്നേ ഉള്ളൂ. ഞാൻ മധുരം എന്നൊരു സിനിമ എഴുതിയിരുന്നു മുന്നേ. ഫാൻസുകാരെല്ലാം കണ്ടിട്ട് പറയുന്നത് പഴയ ദിലീപേട്ടനെ തിരിച്ചിരിക്കുകയാണ്. പഴയ പോലൊരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ആക്ഷൻ, അതുപോലെ കോമഡി എല്ലാം ചെയ്യുന്ന ദിലീപിൻ്റെ ബ്രോയ്ക്ക് എത്രത്തോളം അതൊരു ചലഞ്ചിങ് ആണ്? അല്ലേ, ഇപ്പം ഞാൻ ദിലീപേട്ടനെ കണ്ട് ശീലിച്ചൊരു രീതി ഉണ്ടല്ലോ. നമ്മളിപ്പം ഈ പറഞ്ഞ ജൂലൈ 4 ഇറങ്ങിയ പടങ്ങളൊക്കെ ഉണ്ടല്ലോ ഹിറ്റായി. അപ്പോൾ ദിലീപേട്ടനെ കണ്ട് ശീലിച്ച രീതിയിൽ ദിലീപേട്ടനെ പ്രസൻറ്റ് ചെയ്യണമെന്നാണ് ഞാനും ആഗ്രഹിച്ചത്. അപ്പം അതാണ് ഞാൻ ദിലീപേട്ടനോടും പറഞ്ഞത്. അപ്പോൾ ദിലീപേട്ടൻ എവിടെയും പോയിട്ടില്ലല്ലോ, ദിലീപേട്ടൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ദിലീപേട്ടൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന മാക്സിമം നമുക്ക് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാക്സിമം ദിലീപേട്ടൻ നമ്മൾ പറയുന്നതിനേക്കാളും കൂടുതൽ ദിലീപേട്ടൻ തരും. പിന്നെ നമുക്ക് എല്ലാ ഫാൻസിനും, ഞാനും ഒരു ഫാനാണ്, ഈ പറഞ്ഞ പോലെ അവരാഗ്രഹിക്കുന്ന പോലെ നമുക്കും പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. ഇനി പടത്തിലാണല്ലോ മാക്സിമം. അപ്പോൾ പടത്തിൽ നമ്മളങ്ങനെയാണ് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.